എൻ്റെ നല്ല അമ്മ എന്ന ശാലോം പ്രോഗ്രാമിലൂടെ എൻ്റെ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലും എൻ്റെ ജീവിതത്തിൽ നടന്ന വലിയ അത്ഭുതങ്ങളും അനുഭവങ്ങളും ഇവിടെ പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം തിരുവാക്യം ഇതാണല്ലോ പറയുന്നത്: തലമുറകൾ തോറും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. തലമുറകൾ ഏറെ കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ ഏറെ കഴിഞ്ഞു, എന്നിട്ടും ഇന്നും ലോകം മുഴുവനും പരിശുദ്ധ അമ്മയെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കും ആ അമ്മയെക്കുറിച്ച് പറയാനുള്ളതാണ് ഇത് മാത്രമാണ്: അവൾ ഭാഗ്യവതിയാകുന്നു എന്ന്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ ഏറെയേറെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ അതിനാദ്യമേ എൻ്റെ കടപ്പാട് ഞാൻ അറിയിക്കുന്നത് എനിക്ക് ജന്മം നൽകിയ എൻ്റെ മാതാപിതാക്കളോടാണ്. അവർ വലിയ മരിയ ഭക്തരായിരുന്നു. എൻ്റെ ജനനത്തെക്കുറിച്ച് തന്നെ ഞാൻ പറയാം. എനിക്ക് മുൻപേ 2 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു. അവർ 2 പേരും, മൂത്തയാൾ 9-ാം ദിവസവും രണ്ടാമത്തെ ആൾ 11-ാം ദിവസവും മരിച്ചുപോയി. വീണ്ടും എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. എൻ്റെ ജ്യേഷ്ഠന്മാരുടെ അകാല വേർപാടിൽ എൻ്റെ അമ്മയും എൻ്റെ ചാച്ചനും ഒത്തിരിയേറെ വേദനിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ച ആ നാൾ മുതൽ അമ്മ കയ്യിൽ ജപമാല എടുത്തുകൊണ്ട് എപ്പോഴും ജപമാല അർപ്പിക്കുമായിരുന്നു. അമ്മച്ചി എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്: നിന്നെ ഗർഭം ധരിച്ച അന്നു മുതൽ കൊന്ത കയ്യിലെടുത്തുകൊണ്ട് എൻ്റെ വയറിൻ്റെ പുറത്ത് അമർത്തിപ്പിടിച്ച് ഒത്തിരിയേറെ ജപമാലകൾ ചൊല്ലിക്കൂട്ടിയിട്ടുണ്ട്. പ്രസവ സമയമായപ്പോൾ എൻ്റെ അമ്മ എൻ്റെ ചാച്ചനോട് പറഞ്ഞു, ഇത് പ്രസവവേദനയാണ്. എൻ്റെ വീട് ഒരു കായലോരത്താണ്, വയലാർ കായലിൻ്റെ തീരത്താണ് എൻ്റെ വീട്. വീട്ടിൽ 3-4 വള്ളങ്ങൾ ഉണ്ടായിരുന്നു, വഞ്ചികൾ. ചാച്ചനോട് അമ്മച്ചി ഇത് പറഞ്ഞ മാത്രയിൽ ഒരു വഞ്ചി തയ്യാറാക്കി അതിൽ തഴപ്പായ വിരിച്ച് എൻ്റെ അമ്മയെ കൈക്ക് പിടിച്ച് അക്കരയിലുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഉച്ച കഴിഞ്ഞ സമയമാണ്, ഒരു 2:30-3 മണി സമയമായിട്ടുണ്ടാവും. ശക്തമായ വേദനയിൽ നിന്നിരുന്ന എൻ്റെ അമ്മയെ ചാച്ചൻ കൈക്ക് പിടിച്ച് വഞ്ചിയിൽ കിടത്തി. ചാച്ചൻ തന്നെ തുഴഞ്ഞ് അക്കരയ്ക്ക് പോവുകയാണ്. 40 മിനിറ്റ് തുഴഞ്ഞാൽ അക്കരെ ചെല്ലും, ഹോസ്പിറ്റലാവും. കായലിൻ്റെ മധ്യഭാഗമായപ്പോൾ ശക്തമായ മഴക്കാറും അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റും മഴയുമെല്ലാം ഉണ്ടായി. ചാച്ചനെ നിയന്ത്രിക്കാൻ പാടില്ലാതെ വഞ്ചി കിടന്ന് ഇങ്ങനെ ഇളകാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അമ്മച്ചിയുടെ വേദനയും കൂടാൻ തുടങ്ങി. അമരത്തിരുന്ന് വഞ്ചി തുഴഞ്ഞിരുന്ന എൻ്റെ ചാച്ചൻ അമ്മച്ചിയോട് പറഞ്ഞു, നിൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ജപമാല കയ്യിലെടുത്ത് ഉയർത്തിപ്പിടിച്ച് നീ ഉറക്കെ വിളിക്ക്, പരിശുദ്ധ അമ്മയെ മാതാവേ എന്ന് നീ ഉറക്കെ വിളിക്ക്, മാതാവ് നിന്നെ കാത്തുകൊള്ളും. ചാച്ചൻ ഇത് പറഞ്ഞ മാത്രയിൽ അമ്മച്ചി കയ്യിലിരുന്ന കൊന്തയെടുത്ത് ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നേ, എൻ്റെ അമ്മയെ മാതാവെ കാത്തുകൊള്ളണമേ എന്ന്. അതിങ്ങനെ നിരന്തരമായി ശക്തമായി വിളിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് എൻ്റെ അമ്മ എന്നെ വഞ്ചിയിൽ വെച്ച് പ്രസവിച്ചു. ഞാനൊരിക്കലും എൻ്റെ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചില്ല എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. വഞ്ചി ആ നടുക്കായിൽ നിന്നു. ചാച്ചൻ കയ്യിലുണ്ടായിരുന്ന കഴുക്കോല് കായലിൽ കുത്തി നിർത്തി വഞ്ചി അതിൽ കെട്ടിയിട്ടിട്ട് അമ്മച്ചിയുടെ പ്രാഥമിക ശുശ്രൂഷകളെല്ലാം ചെയ്തു കൊടുത്തു. വാസ്തവത്തിൽ ഞാൻ പറയും, എൻ്റെ അമ്മച്ചിയുടെ അടുക്കൽ നിന്നിരുന്നത് ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നെന്ന്, അല്ലെങ്കിൽ എൻ്റെ അമ്മച്ചിയുടെ അടുക്കൽ നിന്നത് ഒരു മെയിൽ നേഴ്സായിരുന്നു എന്ന്. ഒരു നല്ല വിദ്യാഭ്യാസമുള്ള എൻ്റെ ചാച്ചൻ എൻ്റെ അമ്മച്ചിയുടെ പ്രാഥമിക ശുശ്രൂഷകളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ചാച്ചൻ തന്നെ എന്നോട് വിവരിച്ചിട്ടുണ്ട്. തലയിൽ കെട്ടിയിരുന്ന ആ തോർത്ത് എടുത്ത് വെള്ളത്തിൽ മുക്കി അതിൻ്റെ അറ്റം കൊണ്ട് എൻ്റെ മുഖത്തുണ്ടായിരുന്ന പാടയെല്ലാം തുടച്ചു കളഞ്ഞു. ഹോസ്പിറ്റലിൽ പോകേണ്ടിയിരുന്ന എന്നെ നേരെ തിരിച്ച് വീട്ടിലേക്കാണ് കൊണ്ടുവന്നത്. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, എൻ്റെ അമ്മച്ചി എന്നെ പ്രസവിക്കുന്ന സമയത്തും ഞാൻ അമ്മയുടെ ഉദരത്തിലായിരുന്ന സമയത്തും അമ്മയ്ക്ക് മാതാവിനോടുണ്ടായിരുന്ന ഭക്തി,
ആ വലിയ ഭക്തിയിൽ നിന്നാണ് വാസ്തവത്തിൽ എനിക്ക് ഇന്ന് മാതാവിനോട് കൂടുതൽ ഭക്തി ഉണ്ടായത്. എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, പിന്നെ ഞാൻ അങ്ങനെ വളരുകയാണ്. ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് എങ്ങനെ തിരിച്ചിട്ടാലും ഞാൻ കമന്നേ കിടക്കുകയുള്ളൂ എന്നൊരവസ്ഥയുണ്ടായത്. അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ പുറത്ത് ഒരു മുഴ പൊങ്ങി വരുന്നു. അത് തപ്പി നോക്കിയപ്പോഴത്തേക്ക് അതൊരു കടുത്ത മഴയായിട്ട് തോന്നി. അമ്മച്ചി ഉടനെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. വല്ലാർപാടത്തെ അമ്മേ, എൻ്റെ മകൻ്റെ പുറത്തുള്ള മുഴയൊന്ന് മാറ്റിത്തരണേ എന്ന്. അങ്ങനെ നീ മാറ്റി തരികയാണെങ്കിൽ ഇത്രയും മുഴുപ്പുള്ള ഒരു വെള്ളി കൊണ്ടുള്ള ഒരു സമ്മാനം നിനക്ക് കൊണ്ടുവന്ന് തന്നോളാം, ഒരു നേർച്ചയായിട്ട് കൊണ്ടുവന്ന് തന്നോളാം എന്ന് പറഞ്ഞു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ആ മുഴ കാണാതായി. അപ്പോഴും അമ്മ പറയുകയാണ്, അവിടെയും ആ ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴും മാതാവിൻ്റെ ഇടപെടൽ വളരെ വലുതായിരുന്നു എന്ന്. എൻ്റെ കൊച്ചുനാളിലെ ആ ജീവിതത്തെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ ഒത്തിരിയേറെ നന്ദി പറയുകയാണ്. വെച്ചൂർ പള്ളിയിലെ പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് സെപ്റ്റംബർ 8-ാം തീയതി എൻ്റെ ചാച്ചൻ എന്നെ നടത്തിക്കൊണ്ടുപോയി ആ പള്ളിയിൽ വെച്ച് ഒരു ജപമാല എൻ്റെ കയ്യിലേക്ക് വാങ്ങിത്തന്നു. ഞാൻ ആദ്യ കുർബാനയൊന്നും സ്വീകരിച്ചിട്ടില്ലായിരുന്നു. എങ്കിലും അവിടെ വെച്ചാണ് ആ പള്ളിയിൽ നിന്ന് ഒരു ജപമാല മേടിച്ച് അവിടെ വെഞ്ചരിച്ചിട്ട് അതെൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് നീ എല്ലാ ദിവസവും ചൊല്ലിക്കൊള്ളണം. അവിടെ വെച്ച് കൊച്ചുനാൾ മുതലേ ആരംഭിച്ചു, പരിശുദ്ധ അമ്മയുടെ സവിധത്തിങ്കിൽ വെച്ച് ആരംഭിച്ചു എൻ്റെ ജപമാല ചൊല്ല്. എൻ്റെ ചേച്ചിയും ഞാനും അനുജനും എൻ്റെ കൊച്ച പെങ്ങളുമൊക്കെ വീട്ടിലെല്ലാ ദിവസവും എൻ്റെ മാതാപിതാക്കളോടൊപ്പം മുട്ടിമേയിൽ നിന്ന് ജപമാല ചൊല്ലുമായിരുന്നു. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ അമ്മ പരിശുദ്ധ കന്യകാ മാതാവ് എന്നെ സ്വാധീനിച്ചിട്ടുള്ള അവസരങ്ങൾ ഒത്തിരിയേറെയാണ്. സെമിനാരിയിൽ പോകണമെന്നുള്ള ആഗ്രഹം എനിക്ക് കൊച്ചുനാൾ മുതലേ ഉണ്ടായിരുന്നു. അതിനെന്നെ പ്രേരിപ്പിച്ചത് അന്നത്തെ എൻ്റെ ബഹുമാനപ്പെട്ട വികാരീച്ചനായിരുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് പുത്തൻവെളിയച്ചനാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, നീ സെമിനാരിയിൽ പോകണം, ദൈവം നിന്നെ വിളിക്കുന്നുണ്ട് എന്ന്. പക്ഷേ എനിക്കറിയാം എൻ്റെ വീട്ടിൽ എൻ്റെ ചാച്ചൻ അനുവദിക്കുകയോ ഇല്ല എന്നുള്ള പ്രശ്നമായിരുന്നു. ഞാൻ മൂത്ത മകനാണ്, ഇങ്ങനെ ഉണ്ടായതുമാണല്ലോ. അതുകൊണ്ട് ചാച്ചൻ്റെ സമ്മതം കിട്ടാൻ അല്പം വൈകിപ്പോയി. സെമിനാരിൽ ആപ്ലിക്കേഷൻ അയക്കാനും വൈകിപ്പോയി. പക്ഷേ ആ ആപ്ലിക്കേഷൻ്റെ അടിയിൽ ബഹുമാനപ്പെട്ട ജേക്കബ് പുത്തൻവെളിയച്ചൻ എഴുതിയിരുന്നു, ഇവൻ പള്ളിയിൽ പാടുന്ന ഒരു പയ്യനാണെന്ന്. അതിൻ്റെ പേരിലായിരിക്കാം അധികാരികൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അന്നത്തെ വന്യപിതാവായിരുന്ന ജോസഫ് പാറേക്കാട്ടിൽ പിതാവ് ബഹുമാനപ്പെട്ട വികാരിച്ചനെ വിളിച്ച് പറഞ്ഞു, അവൻ പാടുന്ന പയ്യനാണെങ്കിൽ അവനെ സെമിനാരിലേക്ക് കൊണ്ടുവന്നാക്കാൻ പറഞ്ഞു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ ഒരു പാട്ടുകാരനാണ് എന്നറിഞ്ഞപ്പോൾ, പള്ളിയിൽ പാടുന്ന ഒരാളാണ് എന്നറിഞ്ഞപ്പോൾ പിതാവിനോട് പറഞ്ഞൊരു പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ ഉടനെ നിത്യസഹായ നാഥേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ എന്നുള്ള ഗാനം നന്നായിട്ട് ആലപിച്ചു. ഉടനെ പിതാവും റെക്ടറച്ചനൊക്കെ പറഞ്ഞത് നിനക്ക് സെലക്ഷൻ ഉണ്ട് എന്ന്. അവിടെ ഈ മാതാവിൻ്റെ പാട്ടുപാടി സെമിനാരിയിൽ ചേർന്നവനാണ് ഞാൻ. മാതാവിൻ്റെ ഇടപെടലും മധ്യസ്ഥ സഹായവും ഒത്തിരിയേറെ അവിടെ. ഞാൻ വൈദികനായി. ആദ്യമേ ഞാൻ അസ്തന്തി ആയിരുന്നത് വൈക്കം ഫൊറോന പള്ളിയിലാണ്. അവിടെ ചെന്ന് ഏതാനും മാസം കഴിഞ്ഞപ്പോൾ ആ ഫൊറോനയുടെ കീഴിലുള്ള എല്ലാ അച്ഛന്മാരും ചേർന്ന് തേക്കടിക്ക് ഒരു ടൂർ പോകേണ്ടതുണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് 2 പുതിയ അംബാസഡർ കാർ വാങ്ങി. അയാൾ തന്നെയാണ് അത് ടാക്സിയായിട്ട് ഓടിക്കാൻ തീരുമാനിച്ചത്. അയാൾ പറഞ്ഞു, പുതിയ 2 കാറുകളല്ലേ അച്ഛാ, ഇതിൽ നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ 6 അച്ഛന്മാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് തേക്കടിക്ക് പോയി. ടൂറെല്ലാം കഴിഞ്ഞ് തിരിച്ച് മടങ്ങുന്ന വഴി അടിമാലി എന്ന് പറയുന്ന സ്ഥലം ഊണ് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുകയായിരുന്നു. ഒരു കാറ് മറ്റൊരു വഴിയിലേക്ക് പോയി. ഞങ്ങൾ മുന്നോട്ട് പോരുമ്പോൾ മച്ചിപ്ലാവ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ ഒരു ചെറിയ ടേണിങ് ഉണ്ടായിരുന്നു. ഉച്ച ഊണ് കഴിഞ്ഞ് മയങ്ങുന്നൊരു സമയമാണല്ലോ. എന്നെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇരുത്തി. ഡ്രൈവർ ഉറങ്ങാതിരിക്കാൻ വേണ്ടി എന്നോട് പുറകിലിരുന്ന അച്ഛന്മാർ പറഞ്ഞു, നീ പാട്ടൊക്കെ പാടിക്കൊള്ളണം. ഞാൻ ഏതോ ഒരു പാട്ടൊക്കെ പാടി മയങ്ങിപ്പോയി. ഡ്രൈവർ മയങ്ങിപ്പോയി. അപ്പോൾ ആ ടേണിങ്ങിൽ കാറ് വളയ്ക്കാൻ അദ്ദേഹം മറന്നുപോയി. കാറ് മറിയുകയാണ് ചെയ്തത്. അതുകൊണ്ട് 60 അടി താഴത്തിലേക്ക് കാറ് മറിഞ്ഞു. കാറിൻ്റെ ബാക്കിൽ കൂടി അച്ഛന്മാരെല്ലാവരും തെറിച്ച് ദൂരെ പോയി. ഞാൻ കാറിൽ തന്നെ കിടക്കുവാണ്. കാർ ഉരുണ്ടുരുണ്ട് 60 അടി താഴേക്ക്.
2 റബ്ബർ കാലിൽ ആ കാറ് പോയി നിന്നു. പുറകിൽ വീണ് കിടന്ന അച്ഛന്മാരൊക്കെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടറാ എന്ന് പറഞ്ഞു. ആ സ്റ്റിയറിങ്ങിൻ്റെ അടിയിൽ ഞാൻ അമർന്നിരുന്ന സമയത്ത് എൻ്റെ അമ്മയെ മാതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞു. ആ സമയത്ത് എങ്ങനെയോ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയ പോലെ തോന്നുന്നു. ആ അപകടത്തിൽ പോലും മാതാവിനെ വിളിച്ചപ്പോൾ എന്നെ മാതാവ് സംരക്ഷിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞ് എന്നെ അതിരൂപതയിലെ തന്നെ ധ്യാനകേന്ദ്രമായ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിലേക്ക് എന്നെ അധികാരികൾ മാറ്റി. ധ്യാനകേന്ദ്രവും പരിശുദ്ധ കന്യകാമാതാവിന് സമർപ്പിച്ച ഒരു ധ്യാനകേന്ദ്രമാണ്. ഇന്ന് കേരളത്തിൻ്റെ കുമ്പസാരക്കൂട് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ധ്യാനകേന്ദ്രത്തിൽ ദൈവാനുഗ്രഹത്താൽ 9.5 വർഷത്തോളം ശുശ്രൂഷ ചെയ്യുവാനുള്ള ഭാഗ്യമുണ്ടായി. അവിടെ ചാർജേറ്റ് മരിയൻ കൺവെൻഷൻ നടത്തിയ അവസരത്തിൽ ദിവംഗതനായ കർദിനാൾ വർക്കി വിദ്യത്തിൽ പിതാവ് ഒരു കൺവെൻഷൻ ടോക്കിന് വന്ന അവസരത്തിൽ പിതാവ് പറഞ്ഞു, ഞാൻ ഈ ധ്യാനകേന്ദ്രം പരിശുദ്ധ കന്യകാമാതാവിന് അടിമ വയ്ക്കുകയാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത്, അടിമ വയ്ക്കുക എന്നുള്ളത്. ആ ധ്യാനകേന്ദ്രം മാതാവിന് അടിമ വയ്ക്കുകയാണ്. മാതാവിനെ അടിമ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാതാവിൻ്റെ ശക്തമായ മധ്യസ്ഥതയിലൂടെ ഈ ധ്യാനകേന്ദ്രത്തിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. മാതാവിനോടുള്ള ഭക്തി വളരണം, ഭക്തിയിൽ വളരണം. പിതാവിൻ്റെ കയ്യിലിരുന്ന ജപമാല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്നവിടെ സന്നിഹിതരായിരുന്ന എല്ലാവരുമായി ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ ജപമാലയുണ്ടോ? ഭൂരിഭാഗം പേരുടെയും കയ്യിൽ ജപമാല ഉണ്ടായിരുന്നു. ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞു, എല്ലാവരും ഉയർത്തിപ്പിടിച്ചു. പിതാവ് പറഞ്ഞു, ഇതെല്ലാം ഇപ്പോഴും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം, മാതാവിനുള്ള ഭക്തിയുള്ളവരായിരിക്കണം, എല്ലാ ദിവസവും ജപമാല ചൊല്ലണം. നമുക്കറിയാം, മാതാവിനോടുള്ള വലിയ ഭക്തിയിൽ വളരുന്ന ഒരു സന്യാസ സഭയാണ് റിഡംട്രിസ്റ്റ് സന്യാസ സഭ. ആ സഭയാണ് നിത്യസഹായ മാതാവിൻ്റെ നൊവേന ലോകത്തിൽ ആദ്യമായിട്ട് പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വർക്കി പിതാവിന് മാതാവിനോട് വലിയ താല്പര്യമായിരുന്നു, മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോഴും എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴോ നീണ്ട യാത്രയ്ക്ക് പോകുമ്പോഴോ പിതാവിൻ്റെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു. അവിടെ വെച്ച് പറഞ്ഞു, നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും ബസ്സിലായിരിക്കുമ്പോഴും കാറിലായിരിക്കുമ്പോഴും ഒക്കെ രഹസ്യമായിട്ട്, വലിയ ഉച്ചത്തിലൊന്നുമല്ല, രഹസ്യമായിട്ടൊക്കെ ജപമാല ചൊല്ലി മാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കണം. അവിടെ വെച്ച് പിതാവ് പറയുകയായിരുന്നു, ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമേ എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന ചൊല്ലിയിട്ട് വേണം നിങ്ങളുടെ കാറ് സ്റ്റാർട്ട് ചെയ്യാനെന്ന്. വാസ്തവത്തിൽ അന്നു മുതലാണ് ഈ വാഹനത്തിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ജപമാല കയ്യിലെടുത്ത് ചൊല്ലണമെന്നും കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജപമാല എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന ചൊല്ലണമെന്നൊക്കെ നല്ലൊരു ഇൻഫർമേഷൻ പിതാവിൽ നിന്ന് ലഭിച്ചത്. പിന്നീടാണ് ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ ഒരു ഗ്രോട്ടോ, മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ നിർമ്മിക്കണമെന്നുള്ള തീരുമാനം ഞങ്ങൾ ബന്ധപ്പെട്ട അച്ഛന്മാരെല്ലാവരും കൂടി തീരുമാനമെടുത്തത്. നിങ്ങൾ പലരും കണ്ടു കാണുമായിരിക്കും, ധ്യാനകേന്ദ്രത്തിൻ്റെ പ്രവേശന കവാടത്തിങ്കൽ നിത്യാരാധന ചാപ്പലുണ്ട്. എൻ്റെ മനസ്സിൽ തോന്നിയ ആശയം ഇതായിരുന്നു, നിത്യാരാധന ചാപ്പലിനോട് ചേർന്ന് തന്നെ മാതാവിൻ്റെ ഗ്രോട്ടോ ഇരിക്കട്ടെ. അപ്പോൾ കയറി വരുന്ന ഒരാൾ ആദ്യമേ ഈശോടുക്കൽ പോകുന്നു, നിത്യസമത ഗ്രോട്ടോയിലെ മാതാവിൻ്റെ അടുക്കൽ പോകുന്നു, പ്രാർത്ഥിക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ ഗ്രോട്ടോ പണിതു. ഗ്രോട്ടോ നിർമ്മിച്ചതിൻ്റെ വെഞ്ചിരിപ്പിന് അഭിവന്ന് ഇടേന്ദ്രത്വ പിതാവ് വന്ന് വെഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നുകൊണ്ട് പിതാവ് പറഞ്ഞത് ഇത് തന്നെയാണ്, ഈ ഗ്രോട്ടോയുടെ മുമ്പിൽ ലൂർദിൽ നടക്കുന്നത് പോലെയുള്ള ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കുമെന്ന്. അതൊരു പ്രവചന വാക്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ ആ മാതാവിൻ്റെ ഗ്രോട്ടോയിൽ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം അവിടെ ഗ്രോട്ട് മാതാവിൻ്റെ മുമ്പിൽ നിർത്തുന്നുണ്ട്. പക്ഷേ ഒരു വലിയൊരു അത്ഭുതം നടന്നത്, ശരീരം മുഴുവനും വ്രണമായിട്ട് വന്നിരുന്ന ഒരു കൊച്ചിനെ അമ്മ കയ്യിലെടുത്തിട്ട് ഈ രൂപത്തിൻ്റെ നേരെ നോക്കി കണ്ണുനീരോടെ നിലവിളിച്ച് പറഞ്ഞു, എൻ്റെ അമ്മേ മാതാവേ, ഞാൻ ഈ അമ്മയുടെ മുമ്പിലുള്ള ഈ വെള്ളമെടുത്ത് എൻ്റെ കൊച്ചിൻ്റെ തലയിൽ ഒഴിക്കുവാണ്. ലൂർദിൽ നടന്ന അത്ഭുതം ഇവിടെ നടക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മാതാവിൻ്റെ ഗ്രോട്ടയുടെ മുമ്പിലുള്ള ആ തൊട്ടിയിൽ നിന്ന് അവൾ കൊണ്ടുവന്ന ആ ഗ്ലാസ് എടുത്ത് കൊച്ചിൻ്റെ തല മുതൽ താഴോട്ട് ഒഴിക്കുകയുണ്ടായി. കണ്ട ഒരു കാര്യമാണ് എന്നെ കാണുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്. പാമ്പിൻ്റെ പടം കൊഴിഞ്ഞു പോകുന്നത് പോലെ ആ കൊച്ചിൻ്റെ ദേഹത്ത് നിന്ന് അതിൻ്റെ തൊലിയെല്ലാം ഉരിഞ്ഞു പോയി.
നിമിഷം കൊണ്ട് അവിടെ ഇവിടെയൊക്കെ നാച്ചുറലായിട്ടുള്ള നമ്മുടെ സ്കിൻ വരാൻ തുടങ്ങി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ കൊച്ചിനെയും കൊണ്ട് സാക്ഷ്യപ്പെടുത്താനായിട്ട് ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുവന്നു. അവർ ഉയർത്തിപ്പിടിച്ചു. പലരും ആ കൊച്ചിനെ കണ്ടിട്ടുണ്ട്. അവരെ കൊച്ചിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് മാതാവിൻ്റെ ഗ്രോട്ടോയിൽ വെച്ച് നടന്ന വലിയൊരു സംഭവമാണെന്ന്. നോക്കണേ, ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ ഗ്രോട്ടോയിൽ മാതാവിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവിടുത്തെ വെള്ളം എടുത്ത് കൊച്ചിൻ്റെ തലയിൽ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കൊച്ചിന് പൂർണ്ണമായ സൗഖ്യം കിട്ടിയത്. ഇതെന്തോരം ജനങ്ങളാണ്, ഓരോ ദിവസം ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ലൂർദിലേക്കും ഫാത്തിമയിലേക്കും പോകുന്നത്. ഞാൻ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. എനിക്ക് ബാക്ക് ബോൺ പെയിൻ ഉണ്ടായിട്ട് വർഷങ്ങളായി. ലിസി ഹോസ്പിറ്റലിൽ ഞാൻ ബെൽറ്റിട്ട് കിടന്നിട്ടുണ്ട്. ഓപ്പറേഷൻ വേണ്ടിവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൂർദിലേക്ക് ആദ്യമായിട്ട് യാത്ര ചെയ്യാൻ അവസരമുണ്ടായപ്പോൾ ഒരൊറ്റ നിയോഗം വെച്ചുകൊണ്ടാണ് ഞാൻ യാത്ര ആരംഭിച്ചത്. എനിക്ക് ലൂർദിൽ പോകണം, ലൂർദിൽ ചെന്ന് മാതാവിൻ്റെ ഗ്രോട്ടോയിൽ കൈകുപ്പി പിടിച്ച് പ്രാർത്ഥിക്കണം, തിരി കത്തിക്കണം, മാതാവിൻ്റെ ഗ്രോട്ടയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് പോയി കുളിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം എനിക്കുണ്ടായി. ഞാൻ ഇന്നും പറയും, എവിടെയും സാക്ഷ്യപ്പെടുത്തി, ഞാൻ ഭൂമിയിൽ സ്വർഗം കണ്ടെങ്കിൽ അത് ലൂർദിലാണ്. മാതാവിലുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ക്യൂവിൽ നിന്ന് അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ടാങ്കിൽ, നമ്മുടെ ബാത്തിങ് ടാബിൽ ഇറങ്ങി കുളിക്കണം എന്നുള്ള ആഗ്രഹം. അവിടുത്തെ വോളണ്ടിയേഴ്സ് അനുവദിച്ചു. ഞാൻ അതിൻ്റെ ആ ടാബിൻ്റെ മുമ്പിലേക്ക് ചെന്നപ്പോൾ വോളണ്ടിയേഴ്സ് ആദ്യമേ എന്നോട് ചോദിച്ചത്, ആർ യു എ പ്രീസ്റ്റ്? ഞാൻ പറഞ്ഞു, അതെ. ഡു യു ബിലീവ് ഇൻ ഗോഡ്സ് മിറക്കിൾ? ഞാൻ പറഞ്ഞു, യെസ്, ഐ ഡു ബിലീവ്. ഡു യു ബിലീവ് ഇൻ ബ്ലെസ്സഡ് വെർജിൻ മേരി? ഞാൻ പറഞ്ഞു, വിശ്വസിക്കുന്നു, പൂർണ്ണമായും വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു റോസറി ചെല്ലാൻ പറഞ്ഞു. ഞാൻ റോസറി ചൊല്ലി. അതിനുശേഷം എന്നെ ആ ടാങ്കിലേക്ക് കിടത്തി 3 പ്രാവശ്യം താത്തുകയും പൊക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞത്, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ എന്ന് ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ആവേ മരിയ ചൊല്ലിക്കൊണ്ട് ആ സമയത്ത് അവരെന്നെ മുക്കുകയും പൊക്കുകയും ചെയ്തു. 1-2 മിനിറ്റേ ഉള്ളൂ ആ ശുശ്രൂഷ. പെട്ടെന്ന് എന്നെ പൊക്കിയെടുത്തു. ഒക്കെ കയറിക്കൊള്ളാൻ പറഞ്ഞു. പിന്നീട് എൻ്റെ ആ നടുവേദന ഉണ്ടായിട്ടില്ല. എനിക്കൊന്നുകൂടെ തോന്നി, ഒന്നുകൂടെ ആ വെള്ളത്തിൽ മുങ്ങണമെന്ന്. അവരനുവദിച്ചു. ഞാനൊരു അച്ഛനായതുകൊണ്ട് അവരനുവദിച്ചു. പൂർണ്ണമായൊരു സൗഖ്യം കിട്ടിയതുപോലെ എൻ്റെ ശരീരം ഇങ്ങനെ പഞ്ഞി പോലെ ആയി മുകളിലേക്ക് ഉയർന്നു പോകുന്ന ഒരു പ്രതീതിയാണ് എനിക്കുണ്ടായത്. അവിടെ വെച്ചാണ് ഞാൻ മാതാവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാൻ സാധിച്ചത്. എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ജനങ്ങൾ വരുന്നത് ഈ അമ്മയുടെ പക്കൽ മധ്യസ്ഥം തേടാനാണ്. ഉച്ച കഴിഞ്ഞ് 3:30 മണിയോടുകൂടി ആരംഭിക്കുന്ന വിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം നിങ്ങൾ പലരും അവിടെ പോയി കാണുമായിരിക്കും. സന്ധ്യയോടുകൂടി ആരംഭിക്കുന്ന ക്യാൻഡിൽ പ്രൊസഷൻ, മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ആ ക്യാൻഡിൽ പ്രൊസഷൻ അതിമനോഹരമായ ക്യാൻഡിൽ പ്രൊസഷനാണ്. ഞാൻ അവിടെ നേരത്തെ എന്ന് അവിടുത്തെ സുപ്പീരിയർ അച്ഛനോട് പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാളാണ്, ഞാനൊരു വൈദികനാണ്, ഒരു മലയാളിയാണ്, എനിക്കിവിടെ മാതാവിൻ്റെ ജപമാല ചൊല്ലുമ്പോൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ചൊല്ലാൻ അനുവാദം തരുമോ? അപ്പോൾ അവിടെ ആ സമയം വരെ മലയാളത്തിൽ ആ സമയത്ത് ജപമാല ചൊല്ലാൻ, ഒരു രഹസ്യം ചൊല്ലാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ലായിരുന്നു. ഒരു മലയാളി അവിടെ ചെന്നിട്ടില്ലായിരുന്നു അപ്പോൾ. ഏതായാലും ഞാൻ ആദ്യമേ ചെന്നതുകൊണ്ട് എന്നോട് അവിടുത്തെ റെക്ടറച്ഛൻ പറഞ്ഞു, ഓക്കെ, അച്ഛനെ അനുവദിക്കുന്നു. ഞാൻ മലയാളത്തിൽ ഒരു രഹസ്യം ചൊല്ലിയ മാത്രയിൽ എൻ്റെ ദൈവമേ, ആ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ നിന്ന് ഉറക്കെ എല്ലാവരും കൂടെ ആവേ മരിയ, അവരുറക്കെ മലയാളത്തിൽ തന്നെ ബാക്കി ഭാഗവും ചൊല്ലാൻ തുടങ്ങിയപ്പോഴാണ് കേരളത്തിൽ നിന്ന് എത്രയോ ജനങ്ങളാണ് ആ ജപമാലയെ സംബന്ധിച്ചത്. മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ആ ക്യാൻഡിൽ പ്രൊസഷൻ കടന്നു പോകുന്ന വഴി ക്യാൻസർ രോഗികളെ കിടത്തിയിരിക്കുന്നു, തളർന്നുപോയ രോഗികളെ വീൽ ചെയറിൽ കൊണ്ടുപോയി കിടക്കുന്നു. ഒത്തിരിയേറെ മക്കൾ വിവിധ രാജ്യങ്ങളിൽ വന്നിരിക്കുന്നവർ ആ ദേശത്തിൻ്റെ ഫ്ലാഗും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആവേ മരിയ, ആവേ മരിയ എന്ന ഗാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലി പാടിയൊക്കെ പോകുന്നു. എത്രയോ സുന്ദരമായൊരു പ്രദക്ഷിണമാണത്. എൻ്റെ മനസ്സിൽ തട്ടിയതായിരുന്നു കേരളത്തിലേക്ക് നടക്കുന്ന ഈ ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണവും ലൂർദിൽ നടക്കുന്ന ആ വലിയ ആഘോഷമായ പ്രദക്ഷിണവും എത്രയോ വ്യത്യാസം. വാദ്യമേളങ്ങളും വെടിക്കെട്ടുകളും കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെയൊക്കെ നാട്ടിലെ തിരുനാൾ ആഘോഷങ്ങളും പ്രദർശനങ്ങളുമൊക്കെ. പക്ഷെ നമ്മളവിടെ ചെല്ലുമ്പോഴാണ് കാണുന്നത് മാതാവിലുള്ള വിശ്വാസത്തിൻ്റെ ആഴം എത്രയോ വലുതാണ്. മാതാവിൻ്റെ ശക്തമായ മധ്യസ്ഥം തേടി
ഞാൻ ആ ടാങ്കിൽ നിന്ന് എഴുന്നേറ്റ് പോരുമ്പോൾ ബെത്സയിദ കുളക്കരയിൽ നടന്ന വലിയൊരു അത്ഭുതമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. അതനുസരിച്ച് ഒത്തിരിയേറെ രോഗികൾ, പ്രായം ചെന്നവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്, എല്ലാവരും അവിടെ ഈ വെള്ളത്തിൽ നിന്ന് മുങ്ങാൻ, ഇച്ചിരി വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടി വരുന്നവരാണ്. ഇതൊക്കെ മാതാവിൻ്റെ ഇടപെടലിലൂടെ നടക്കുന്ന സംഭവങ്ങളാണ്. മരിയൻ കൺവെൻഷൻ നമ്മുടെ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ വളരെ ശക്തമായി നടത്തണമെന്നുള്ള ആഗ്രഹം എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഡയറക്ടർ ആരംഭിച്ചതാണ്. എങ്കിലും അത് അല്പം കൂടിയൊക്കെ ഭംഗിയായി നടത്താനുള്ള ആഗ്രഹം അവിടെ വെച്ച് തീരുമാനമെടുത്തതാണ്. അങ്ങനെ ഇന്ന് ഒത്തിരിയേറെ ജനങ്ങൾ മരിയൻ കൺവെൻഷന് ധ്യാന കേന്ദ്രങ്ങളിൽ വരുന്നു. പല സ്ഥലങ്ങളിലും മരിയൻ കൺവെൻഷൻ നടത്തുന്നു. എവിടെയും ജപമാല ചൊല്ലുന്ന ഒരു വലിയ അനുഭവം. പരിശുദ്ധ പിതാവ്, ഇന്ന് വിശുദ്ധനാണ് അദ്ദേഹം, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്, ജപമാലയെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ നിധിയായി സൂക്ഷിക്കുന്നുണ്ട്. ദി ഹോളി റോസറി ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദി ഈവിൾ ഓഫ് ദിസ് മോഡേൺ ഏജ്. ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ തിന്മയ്ക്കെതിരെ അടരാടുവാൻ വേണ്ടി ദൈവം തമ്പുരാൻ മാതാവ് വഴി തന്നിരിക്കുന്ന വലിയ ഒരു ശക്തിയുള്ള ഒരു ആയുധമാണ് ജപമാലയെന്ന്. വീണ്ടും പിതാവ് പറയുകയായിരുന്നു, ദി എംപ്റ്റി പോക്കറ്റ് വിത്തൗട്ട് റോസറി ഈസ് ദ കോസ് ഓഫ് ദ സ്പിരിച്വൽ ഡാമിനേഷൻ. ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ ആധ്യാത്മികമായ പാപ്പരത്വത്തിന് കാരണം കൊന്തയില്ലാത്ത ശൂന്യമായ പോക്കറ്റുകളാണെന്ന്. നമ്മൾ ജപമാല ചൊല്ലാൻ പരിശുദ്ധ പിതാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ജപമാല പോക്കറ്റിൽ സൂക്ഷിക്കണമെന്ന് പറയുകയാണ്. പരിശുദ്ധ പിതാവിന് വെടിയേറ്റപ്പോൾ, അലി അഗ്ഗ മാപ്പായുടെ നേരെ വെടിയേറ്റപ്പോഴും മാർപ്പാപ്പ വിളിച്ചു പറഞ്ഞതെന്നാണ്, ഏഗോസും മെയാമാത്തർ ഏഗോസും തോത്തുസ്തൂസ്, മെയാമാത്തർ ഏഗോസും തോത്തുസ്തൂസ്. മാർപ്പാപ്പയുടെ കൈവിരലുകൾക്കിടയിൽ ജപമാല ഉടക്കിക്കിടപ്പുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട അമ്മയെ, ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ ഇങ്ങനെ തലചായ്ച്ചത്. ഉടനെ ആൾക്കാരെല്ലാം ഓടിക്കൂടി മാർപ്പാപ്പയെ ജമല്ലി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എല്ലാവരും പ്രാർത്ഥിച്ചു മാർപ്പാപ്പയുടെ സൗഖ്യത്തിനായിട്ട്. ഓപ്പറേഷനെല്ലാം കഴിഞ്ഞു. മാതാവിൻ്റെ ഇടപെടലാണ് അവിടെയും കാണുന്നത്. ഇത്രയെല്ലാം വെടിയുണ്ടകളേറ്റിട്ടും മാർപ്പാപ്പയുടെ ഹൃദയഭാഗത്തിനോ ലങ്സിനോ ഒന്നും ഏറ്റില്ല. മാർപ്പാപ്പ പിന്നീട് പറയുകയാണ്, ആ വെടിയുണ്ടകളെയെല്ലാം തിരിച്ചു വിട്ടത് പരിശുദ്ധ അമ്മയാണ്. മാർപ്പാപ്പയ്ക്ക് ബോധം തെളിഞ്ഞപ്പോൾ ആദ്യമേ ആവശ്യപ്പെട്ടത് എന്താ? ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജപമാല എവിടെയെന്നാണ്. അടുക്കൽ നിന്നിരുന്ന ഒരു സിസ്റ്ററാണ് മാർപ്പാപ്പ കിടന്നിരുന്ന പില്ലോയിൽ അടിയിൽ നിന്ന് ഈ കൊന്ത എടുത്തു കൊടുത്തത്. ഞാൻ മാർപ്പാപ്പയുടെ കുഴിമാടത്തിങ്കിൽ നിന്ന്, കല്ലറയിൽ നിന്ന് കുർബാന ചൊല്ലിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രൈവറ്റായിട്ട് ഉപയോഗിക്കുന്ന കൊന്ത ആ മാതാവിൻ്റെ കല്ലറയിൽ വെച്ച് പ്രാർത്ഥിച്ചതാണ്. അവിടെ വെച്ചൊരു സിസ്റ്റർ തന്നതുമാണ്. എനിക്ക് ലോകം മുഴുവൻ എല്ലായിടത്തും ചെന്നാലും പറയാനുള്ളത് മാതാവിലുള്ള ഭക്തിയിൽ നമ്മൾ വളരണമെന്നാണ്. പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മളെ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുവാൻ ലോകത്തിൽ 2 തരത്തിലുള്ള പിശാചുക്കളാണ് വരുന്നത്. ഒന്ന്, നമ്മളെ മാതാവിൽ നിന്നുള്ള വിശ്വാസത്തിൽ നിന്ന് അകറ്റാൻ. 2, വിശുദ്ധ കുർബാനയിൽ നിന്നുള്ള വിശ്വാസത്തിൽ നമ്മളെ അകറ്റാൻ. വാസ്തവത്തിൽ സഭയുടെ, കത്തോലിക്ക സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിൽ ഒന്ന് ഇതാണ്, നമ്മുടെ ജപമാലയും നമ്മുടെ വിശുദ്ധ കുർബാനയും. ജപമാല ഭക്തിയിൽ നമ്മൾ വളരുവാൻ ശ്രമിക്കണം. പരിശുദ്ധ അമ്മയുടെ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള ഇടപെടലിനെക്കുറിച്ച് ഞാനിവിടെ പങ്കുവയ്ക്കുകയായിരുന്നു. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. മാതാവിൻ്റെ ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങുമ്പോഴും, മാതാവിൻ്റെ ജപമാല എല്ലാ ദിവസവും ഇപ്പോൾ ഞാനിരിക്കുന്ന പള്ളിയിലെ എൻ്റെ യുവജനങ്ങളോട് ചൊല്ലുമ്പോഴും ഒത്തിരിയേറെ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. ഷാലോം ടിവിയുടെ എൻ്റെ നല്ല അമ്മ എന്ന ഈ പ്രോഗ്രാമിൽ സംബന്ധിച്ചുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ നല്ല അമ്മ എന്നെ സ്വാധീനിച്ച അനുഭവങ്ങളൊക്കെ എല്ലാം എല്ലാവരുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ മുമ്പിൽ വാദിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഒരു നല്ല അമ്മയുണ്ട്. അതാണ് പരിശുദ്ധ കന്യക മാതാവ്. നമ്മളെപ്പോഴും മാതാവിനെ കൂട്ടുപിടിച്ചുകൊള്ളണം. മാതാവിൻ്റെ നീല അങ്കിയും കീഴിൽ നമുക്കെപ്പോഴും സംരക്ഷണം കിട്ടും. മാതാവിൻ്റെ മുമ്പിൽ കൈകൾ കുപ്പിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് നമ്മുടെ മുമ്പിലും കൈകുപ്പുന്നുണ്ടെന്ന് ഓർത്തുകൊള്ളുക.
മാതാവിൻ്റെ ഭക്തിയിൽ വളരുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവിൻ്റെ സാന്നിധ്യമുള്ള കുടുംബങ്ങളായി നമ്മളെല്ലാവരുടെയും കുടുംബങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.